ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇനിയുള്ള സമയം വീട്ടിൽ. അതാ നല്ലേ. ബീവിനെ മോളെയും കണ്ട് വീട്ടിൽ കൊത്തിരിക്കുക. 20 വർഷമായി ഇവിടെ വന്നിട്ട്. അതിനിടക്ക് 2 പ്രാവശ്യം പോയി വന്ന്. ഇത്രയും കാലം ഓർക്ക് വേണ്ടി ഇനി പണം ഉണ്ടാക്കി. എന്നിട്ടോ ഓല് അന്നെ വിളിക്കണത് ഞമ്മളിതുവരെ കണ്ടിട്ടില്ല. അതും ശരിയാ. എൻ്റെ ചങ്ങായി മജീദ് വിളിക്കലുണ്ടാ? ഓനും വിളി കുറവാ. അല്ല, എൻ്റെ മോളിപ്പം വലുതായില്ലേ? മോള് കല്യാണപ്രായമായി നിൽക്കുകയാണ്. എന്നാ ഇനി അത് പോയി ഉസാറായി നടത്തി കൊടുക്ക്. പിന്നെ ഒരു കാര്യം, എൻ്റെ മോള് നബീസിയോട് 1 മാസം കഴിഞ്ഞിട്ട് ഞാനങ്ങ് വരുമെന്ന് പറഞ്ഞേക്കണം. ഓ, പറയാ. ഇവിടെ പണിയെടുക്കുന്നതിലും നല്ലത് അവിടെ തന്നെയാ. ഇനി ആടെ എത്തിയിട്ട് എന്നെ വിളിക്കുക. ഓ, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. ആ നമ്മളെ മോമക്കാണല്ലോ. ആ, ഒന്നും അറിയിക്കാതെ ഇതെന്താ ഈ വൈക്ക് തന്നെ? ഹോ, 20 വർഷമായിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ. നിങ്ങൾ നടുക്കി. എന്തൊക്കെയാണ് മജീദേ? മോമക്ക, നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. ഈ നടക്ക്. നിങ്ങളെ അത് കേട്ടിട്ട് പോയാൽ മതി. എന്ത്? നിങ്ങൾ ദുബായിലുള്ള സമയത്തെ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറിഞ്ഞു പോയിട്ടുണ്ട്. എന്ത് കാര്യങ്ങൾ? അത് നിങ്ങളെ മോള് വളർന്നു വലുതായി കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. റബ്ബേ, ഈ സത്യമാണോ പറയണത്? പഠിച്ചനാണോ സത്യം. നിങ്ങൾ അയച്ച പണമൊക്കെ തീർന്നിട്ടുണ്ടാവും. ഇപ്പോൾ പിയാപ്പളാൾ സാറാണ് കേട്ടോ. പാത്തുൻ്റെ സ്ഥലമൊക്കെ കൈക്കലാക്കി. ഇജ്ജി ഒന്നും പറയണ്ട, എല്ലാത്തിനും ശരിയാക്കും. നടക്ക് ചെയ്. വഴക്കൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇതിപ്പോ ഏതാ വീട്? മുഹമ്മദ് ഓ, നബീസേ. മുഹമ്മദ് നിങ്ങളെന്തൊന്നും അറിയിക്കാണ്ട് വന്നത്? പിന്നെ പറയാ. ജമീലേ, ഇതാ ആരോ വന്നിക്കുന്നു. നിസാർക്ക, ഇതെന്റെ ഉപ്പയാ. ഓ, ഭാഗ്യം. ഉപ്പയാണെന്നുള്ളത് മറന്നിട്ടില്ലല്ലോ. കേറി വാ ഉപ്പ. ഉപ്പ ഇത്ര നേരത്തെ വരുമെന്ന് വിചാരിച്ചില്ല. ഉപ്പയല്ലേ? പാത്തുടെ അകത്തുണ്ട്. അതാരപ്പോ അകത്തേക്ക് പോയ ആള്? എന്റെ ഭർത്താവ് നിസാർക്ക. ഓ, കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞല്ലോ. മുഹമ്മദ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നിങ്ങൾ വീട്ടുകാരൊക്കെ ഒന്ന് കാണി. എൻ്റെ ഉപ്പ അന്വേഷിക്കണ്. ആ, ഈ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. നിങ്ങളെ സാധനങ്ങളൊക്കെ എവിടെ ഉപ്പ? ഗുഡ്സിൽ വരുന്നുണ്ട്. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. മജീദ് പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇല്ല, പ്രതീക്ഷ ഉണ്ടാവില്ല. അതങ്ങനാണല്ലോ. നിങ്ങൾ അതാത് സമയത്ത് പണം അയച്ചത് കൊണ്ട് വീടൊന്ന് പുതുക്കി പണിതു. ഒന്ന് എന്നെ അറിയിക്കാമായിരുന്നു. അതൊക്കെ നമ്മൾ പുതിയാപ്പിള നിസാറ് ചെയ്തതാ. ഓന് ഉസാറാ. അതൊക്കെ ഞാൻ അറിഞ്ഞ്. ഇനി എൻ്റെ ആവശ്യമുണ്ടോ?
അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചേ? ഇനി കുറേ കടങ്ങൾ ബാക്കിയുണ്ട്. നിങ്ങൾ പോയപ്പോൾ വാങ്ങിയതാ, പലിശ ഇപ്പം കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അയച്ചത്? അതിനല്ലേ മോളെ കെട്ടിച്ചേ, അതിനുശേഷം വീടുണ്ടാക്കിയില്ലേ? അപ്പോൾ പിയാപ്പിളക്ക് പണിയൊന്നുമില്ലേ? അത് ഉപ്പ വന്നിട്ട് ഗൾഫിലേക്ക് കൂട്ടാൻ വേണ്ടി പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അതിന് ഞാനിപ്പോൾ പണി ഒഴിവാക്കി വന്നതാണ്, ഇനി പോണില്ല. എന്തായാലും എല്ലാവരും രക്ഷപ്പെട്ടല്ലോ, അത് മതി. ഉപ്പ ഇനി എന്താ പരിപാടി? ഇനി ഇവിടെ ലോഡിംഗ് പണിക്ക് പോകണം. അപ്പൊ അവിടെ നിങ്ങൾക്ക് ലോഡിങ് പണിയാ? ഇത്രയും കാലം എന്നോട് പറഞ്ഞിട്ട് അനക്കത് മനസ്സിലായില്ലേ? എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഞാൻ കരുതി ഓഫീസിലാണെന്ന്. ഗവൺമെന്റ് പണിയാ, ഇനിയിപ്പോൾ പെൻഷൻ കിട്ടും. ആ ഉപ്പ വരുന്ന് ജമീല പറഞ്ഞിരുന്നു, പക്ഷെ എന്ന് വരുമെന്ന് അറിയില്ല. എൻ്റെ സ്ഥലം എവിടാണ്? മലപ്പുറം. ആ മോമക്ക, ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് വിശ്വാസം വന്നില്ല. പക്ഷേ ഇപ്പം വേറെ എന്തെങ്കിലും ഒരു പറഞ്ഞോ? എന്ത് പറയാൻ, പറഞ്ഞതൊക്കെ മതിയായി. ആ എന്നെപ്പറ്റി എന്തെങ്കിലും? അന്നെപ്പറ്റി എന്ത് പറയാൻ? അന്നെ അന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ എന്നാ ഇനി പോണത്? ഇനി ഞാൻ പോണില്ല, നമ്മളപ്പോൾ ആർക്കും വേണ്ടല്ലോ. അതങ്ങനെ മോമക്ക, വയസ്സായി കഴിഞ്ഞാൽ നമ്മളാർക്കും വേണ്ട. ഒറ്റ മോളല്ലെന്ന് വിചാരിച്ചിട്ട് ഒരു കുറവും വരുത്താതെ കിട്ടുന്ന പണമൊക്കെ അയച്ചു കൊടുത്ത് ഇനി ഒന്നും ബാക്കിയില്ല. അതിനിപ്പോൾ എന്താ, മോളെ നിൽക്കാതെ കഴിഞ്ഞില്ലേ, കുടുംബം രക്ഷപ്പെട്ടില്ലേ? എന്നാ ഞാൻ പോട്ടെ, നിങ്ങൾ വരുന്നോ? എന്തിന്? ചിക്കനും പച്ചക്കറി വാങ്ങാനും. ഇല്ലല്ല, ഞാനൊന്ന് പോയി കുളിക്കട്ടെ. ആ ആ ആ ഹലോ മജീദ് കാ. ആ ഇക്ക, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെന്ന് മൂപ്പരെ വീടിൻ്റെ ആധാരം കൂടി എൻ്റെ പേരിലേക്ക് മാറ്റിത്തരുമോ? അല്ല മോനെ, അനക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടി, ഓളെ ഉമ്മൻ്റെ സമ്പത്തും കിട്ടി. ഇനി എൻ്റെ അത്യാഗ്രഹം തീർന്നില്ലേ? എൻ്റെ അത്യാഗ്രഹം കാരണം നിങ്ങൾക്കൊരു പുര സ്വന്തമായിട്ട് കിട്ടിയില്ലേ? മുഹമ്മദ് എൻ്റെ ബാല്യകാല സുഹൃത്താ. ഓനപ്പം ഇങ്ങനെ നിങ്ങളൊന്നും ആക്കണ്ട, മോളെ ഭാവിക്കാന്ന് പറഞ്ഞാൽ മതി. ഉമ്മാൻ്റെ പേരുള്ളത് ഈ വാങ്ങിയില്ലേ, അനക്കും ആ പെണ്ണിനും അത് പോരെ? നിങ്ങൾക്കറിയാലോ എനിക്കൊരു പണിയില്ല എന്നുള്ളത്. ജീവിതകാലം മുഴുവനും ഓളെ നോക്കണ്ടേ? ഏത് ഓളെ സ്വത്തുണ്ടോ? വെറുതെ നടന്ന എന്നെ നിങ്ങൾ ഇത്രയൊക്കെ ആക്കിയില്ലേ, അതിന് നിങ്ങളോട് പെരുത്ത് തന്നിട്ടുണ്ട്. എന്തായാലും ഇതും കൂടെ ഒന്ന് പറഞ്ഞ് ശരിയാക്കി തരും. എൻ്റെ പടം അനക്ക് ഭിത്തിയിലാക്കണമല്ലേ? എന്നാ പിന്നെ ഞാൻ നോക്കാം. ഇതാട്ടാ നിങ്ങളെ റൂം? പഴയ പുര പൊളിക്കുമ്പോൾ ഇന്നൊന്ന് വിളിക്കണ്ടേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓളുടെ ജീവിതല്ലേ നമുക്ക് വലുത്. പാത്തു, ഇതൊക്കെ നടന്നിട്ട് എന്നോടൊരു വാക്ക്. എൻ്റെ സ്ഥലം മോക്ക് കൊടുത്താല് അതിനെന്താ ഇപ്പൊ കുഴപ്പോ? മോക്ക് വേണ്ടിയാണ്, എന്നാലും മരിക്കുന്നത് വരെ നമുക്കൊരാശ്രയം വേണ്ടേ? അതൊക്കെ ഓള് നോക്കും. എന്നിട്ടങ്ങനെ ഞാൻ വന്നിട്ട് എനിക്കൊരു ഭക്ഷണം പോലും ശരിക്കും കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ക്ഷമിക്കേ, അതൊക്കെ ശരിയാവുന്ന്. ഓ, ശരിയാക്കും. ഹലോ, ആ ഞാൻ പറഞ്ഞെന്തേ? മോമക്ക. ആ അല്ല മോമക്ക, നിങ്ങൾ വന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഓ, മറന്ന്. ഒരു വാച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, അത് വീട്ടിലാ. പിന്നെ നമ്മളൊക്കെ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ? അതെ. നമുക്കുള്ളതൊക്കെ മക്കൾക്കുള്ള തന്നെയല്ലേ? അതേന്ന്. ഈ എന്താ പറഞ്ഞു വരുന്നത്? മോമക്ക, നിങ്ങളെ മോക്ക ആ വീട് സ്ഥലമൊക്കെ എഴുതി കൊടുത്തേക്ക്, എന്നിട്ടേ നിങ്ങളെ ഗൾഫിൽ തന്നെ സ്ഥിര താമസാക്കിക്കോളി. ഓ, അതാണോ കാര്യം? ഞാൻ അങ്ങോട്ടില്ല, ഞാൻ അവിടുന്ന് പിരിഞ്ഞു പോകുന്നതാണ് മജീദേ. ഈ പറഞ്ഞതുപോലെ സ്ഥലവും വീടും അതിനൊക്കെ ഇനിയും സമയമല്ലേ? ഇവിടെ ഉള്ള സമയത്ത് അവരെ കാര്യങ്ങളൊക്കെ ശരിയായി കൊടുക്കണ്ടേ? അതല്ലേ അത്യാവശ്യം. ആ, നോക്കട്ടെ. കുറച്ച് നാൾ കൂടി
ഈ കുടുംബത്തിൽ കഴിയണമെന്നൊരാഗ്രഹം. എന്തായാലും നിങ്ങളെ മക്കളെ കാര്യമൊക്കെ ശരിയാക്കി. ജമീല കാര്യത്തിനൊരു തീരുമാനമാക്കണ്ടേ? ഉപ്പനോട് കാര്യങ്ങൾ പറയും. ഉപ്പ സമ്മതിച്ചിരിക്കണേ. 2 ദിവസം കൊണ്ട് എല്ലാം ശരിയാകും. തൽക്കാലം എൻ്റെ പേര് തന്നെ ആക്കണം. അതിന് നീ സമ്മതിപ്പിക്കണം. അത് ഞാൻ ഏറ്റു. അനക്കിന്ന് എന്താ സ്പെഷ്യൽ വേണ്ടത്? ബിരിയാണിയോ കുഴിമന്തിയോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങിക്കോളി. ഓക്കെ ഡിയർ. പാത്തു, വീടും സ്ഥലവും പിയാപ്പളുടെ പേരിലാക്കി. നീ നമുക്ക് വില കൂടാണ്ട് കയ്യല്ലേ? ആന്ന്, നമ്മൾ മരിക്കുന്നത് വരെ അവരുണ്ടല്ലോ നമുക്ക് രണ്ടിനും. നിങ്ങൾ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ടെന്നേ. ഉമ്മ, നിങ്ങൾക്ക് രണ്ടാക്കും ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. ഇഷ്ടമായോ നോക്കി? ജമീല, അനക്കും വാങ്ങിണ്ടേ? നോക്കട്ടെ ഇക്കാ. നോക്കട്ടെ. മോളെ എങ്ങനെയുണ്ട് നോക്കിയേ? നന്നായിട്ടുണ്ടല്ലോ. ഉപ്പ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഓ, നന്നായിക്കണ്. ഓ, അമ്മക്കെന്തിനാ വാങ്ങിയത്? മോക്ക് വാങ്ങിയാ പോരായിരുന്നോ? നാളെ ഒന്ന് കറങ്ങാൻ പോണം. ഇപ്പം നേരത്തെ ഒരുങ്ങിക്കോളിട്ടോ. എവിടെ കൈക്കാ? അതൊക്കെ പിന്നെ പറയാം. ജമീല, നാളെ രാവിലെ നമ്മൾ പോകുന്നു. ഉപ്പനോടും ഉമ്മനോടും രാവിലെ തന്നെ പുറപ്പെടാൻ പറയണം. ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. ഉപ്പനെ ഇമ്മനെ നമുക്ക് അങ്ങോട്ട് മാറ്റണം. പെട്ടെന്ന് വേണോ? വേണം. അതിനല്ലേ ഞാൻ ഇത്രയും കാര്യം മജീദിനെ കൊണ്ട് ശരിയാക്കിപ്പിച്ചത്. നാളെ തന്നെ കൊണ്ടുവിടണം. ഇറക്കി വിട്ടാലേ നമ്മളെ കാര്യങ്ങൾ നടക്കൂ. എങ്കിൽ ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ. പാത്തു, എന്താ? ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മൾ പുറമ്പോക്കായി. ഇത്രയും കാലം മൂക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട്, എന്നാലും ആ മജീദ്. എന്താ നിങ്ങൾ പറയുന്നേ? ടൂർ പോണ കാര്യം പറഞ്ഞ് എന്തിനാണെന്നറിയോ? നമ്മളെ പുറത്താക്കാനാണ്. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? മോളും പിയാപ്പിളിയും ഇറക്കി വിടുന്നവരെ കാത്തിരിക്കണ്ട. ശരിയാ, നമുക്കിവിടെ നിൽക്കണ്ട, ഇറങ്ങാം. നമ്മളൊന്നുമില്ലാത്തവരായി പോയല്ലോ.